നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി യൂണിയനുകൾ നടത്തിയ ദേശീയ പണിമുടക്ക് ബന്ദിന് സമാനം. സമരാനുകൂലികൾ കടകൾ അടപ്പിച്ചു. ഗുരുവായൂരിൽ കടകൾക്ക് നേരെ ആക്രമണം. ഹോട്ടൽ തല്ലി തകർത്തു. പണിമുടക്കിനോടനുബന്ധിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രകടനങ്ങളും പൊതുയോഗവും നടത്തി. കഞ്ചാവ് കൈവശം വെച്ച കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന യുവാവിൽ നിന്നും ഹാഷിഷ് ഓയിൽ പിടികൂടി. ചൊവ്വല്ലൂർ സ്വദേശി കറുപ്പം വീട്ടിൽ 24 വയസ്സുള്ള അൻസാറിനെയാണ് ഹാഷിഷ് ഓയിലുമായി ചാവക്കാട് എക്സൈസ് പിടികൂടിയത്. പാറേമ്പാടം അഗതിയൂർ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ BJP പ്രതിഷേധം. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും 10ാം വാർഡ് മെമ്പറുടെയും പ്രതീകമായി റോഡിൽ വാഴ നട്ടാണ് പ്രതിഷേധിച്ചത്. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് പുരോഗമിക്കുന്നു. പണിമുടക്ക് കേരളത്തിൽ ബന്ദായി മാറി. KSRTC ബസ്സുകളടക്കം നിരത്തിലിറങ്ങിയില്ല. സർവീസ് നടത്താനുള്ള KSRTC ജീവനക്കാരുടെ ശ്രമം പലയിടത്തും സമരാനുകൂലികൾ തടഞ്ഞു. KSRTC ബസ്സുകളടക്കം നിരത്തിലിറങ്ങാതായതോടെ പൊതുഗതാഗതം തടസ്സപ്പെട്ടു. ഹർത്താലിന്റെ പ്രതീതിയുണ്ടാക്കിയ പണിമുടക്ക് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. കേരളത്തിൽ KSRTC സർവീസ് നടത്തുമെന്ന് പ്രഖ്യാപിച്ച ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ മണ്ഡലത്തിലടക്കം സമരാനുകൂലികൾ ബസ്സുകൾ തടഞ്ഞു. പലയിടത്തും സമരാനുകൂലികളും ജീവനക്കാരും തമ്മിൽ തർക്കമുണ്ടായി. ചിലയിടങ്ങളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പോസ്റ്റ് ഓഫീസുകളുടെ പ്രവർത്തനം സമരാനുകൂലികൾ തടസ്സപ്പെടുത്തി. കടകളും മറ്റു വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞു കിടക്കുകയാണ്. പണിമുടക്ക് കേരളത്തിൽ ട്രെയിൻ സർവീസിനെ ബാധിച്ചില്ല. റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ പോലീസ് മുൻകരുതൽ നടപടികൾ എടുത്തു. ഗുരുവായൂരിൽ ദേശീയ പണിമുടക്ക് ദിവസം തുറന്നു പ്രവർത്തിച്ച കടകൾക്ക് നേരെ പണിമുടക്ക് അനുകൂലികളുടെ ആക്രമണം. രാവിലെ 11:30ഓടെയായിരുന്നു സംഭവം. പടിഞ്ഞാറെ നടയിൽ പ്രവർത്തിക്കുന്ന സൗപർണിക ഹോട്ടലിലെ മുൻവശത്തെ ചില്ലുകൾ തല്ലി തകർത്തു. പടിഞ്ഞാറെ നടയിൽ പ്രവർത്തിക്കുന്ന മറ്റ് 2 കടകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. ശബരി സ്റ്റോഴ്സ്, ശാസ്ത എന്നീ കടകളിലെ സാധനങ്ങൾ സമരാനുകൂലികൾ വാരി വലിച്ചിടാൻ ശ്രമിച്ചതായും കട ഉടമകൾ പറഞ്ഞു. ഗുരുവായൂർ പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കഞ്ചാവ് കൈവശം വെച്ച കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന യുവാവിൽ നിന്നും ഹാഷിഷ് ഓയിൽ പിടികൂടി. 1.5 കിലോ കഞ്ചാവ് കൈവശം വെച്ച കുറ്റത്തിന് 55 ദിവസം ജയിൽവാസം കഴിഞ്ഞ് ജാമ്യത്തിൽ കഴിയുന്ന ചൊവ്വല്ലൂർ സ്വദേശി കറുപ്പം വീട്ടിൽ 24 വയസ്സുള്ള അൻസാറിനെയാണ് 124.680 ഗ്രാം ഹാഷിഷ് ഓയിലുമായി ചാവക്കാട് എക്സൈസ് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ CJ റിൻഡോയും സംഘവും ചേർന്ന് പിടികൂടിയത്. തീരദേശ മേഖലയിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന പ്രധാന കണ്ണിയാണ് അൻസാർ. ഇയാൾക്ക് മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്ന ആളെപ്പറ്റിയും വിവരം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം മാരക മയക്കുമരുന്നായ 40 ഗ്രാം MDMAയുമായി ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. വരും ദിവസങ്ങളിലും മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാമകൃഷ്ണൻ, പ്രിവന്റീവ് ഓഫീസർമാരായ ബാഷ്പജൻ, TR സുനിൽ, AN ബിജു, MA അക്ഷയ് കുമാർ, അബ്ദുൾ റഫീഖ്, സജിത S, സിനി എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. NDPS കേസുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകൾ ശക്തമാക്കിയിരുന്നു. 10 ദിവസങ്ങൾക്ക് മുന്നേ MDMAയുമായിട്ട് ഒരു ബഷീർ എന്ന യുവാവിനെ ചാവക്കാട് റേഞ്ച് ഓഫീസ് പിടിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ പരിശോധന ശക്തമാക്കിയപ്പോഴാണ് ഇപ്പോൾ അൻസാർ എന്ന യുവാവ്, കറുപ്പം വീട്ടിൽ അബ്ദുൽ കരീം മകൻ അൻസാർ എന്ന യുവാവിനെ 124 ഗ്രാമോളം വരുന്ന ഹാഷിഷ് ഓയിലുമായിട്ട് പിടികൂടിയിട്ടുള്ളത്. TN മുമ്പും കുന്നംകുളം റേഞ്ച് ഓഫീസിൻ്റെ പരിധിയിലെ 1 കിലോയിലധികം കഞ്ചാവ് പിടിച്ച കേസിലെ പ്രതിയായിരുന്നു. TN കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലും യുവാക്കൾക്കിടയിലെല്ലാം ലഹരി വിൽപ്പന വ്യാപകമായിട്ട് നടത്തി വരുന്നുണ്ടായിരുന്നു. പാറേമ്പാടം അഗതിയൂർ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് BJP പ്രകടനവും നിൽപ്പ് സമരവും നടത്തി. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും 10ാം വാർഡ് മെമ്പറുടെയും പ്രതീകമായി റോഡിൽ വാഴ നട്ടാണ് BJP പ്രതിഷേധിച്ചത്. സംസ്ഥാന പാതയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ നിരവധി വാഹനങ്ങൾ പാറേമ്പാടത്തു നിന്നും കേച്ചേരി ബൈപ്പാസിലേക്ക് കടന്നുപോകുന്ന അഗതിയൂർ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ്. റോഡിന്റെ പുനർനിർമ്മാണത്തിനായി 30 ലക്ഷം രൂപ അനുവദിച്ചിട്ടും പഞ്ചായത്ത് പ്രസിഡന്റോ വാർഡ് മെമ്പറോ നാളിതുവരെയായിട്ടും തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. പഞ്ചായത്തിനകത്തുള്ള മിക്ക റോഡുകളും തകർന്ന സ്ഥിതിയാണ്. ഇതിൽ പ്രതിഷേധിച്ചും റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുമാണ് BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചത്. പാറേമ്പാടം സെന്ററിൽ നിന്ന് പ്രകടനത്തോടെ ആരംഭിച്ച
പ്രതിഷേധ നിൽപ്പ് സമരം റോഡിലെ കുഴികളിൽ തുണി അലക്കിക്കൊണ്ട് BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ UPA സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളിലൂടെ വന്നിരുന്ന തുകയുടെ 4 ഇരട്ടിയല്ല 10 ഇരട്ടി തുകകൾ വികസനങ്ങൾക്കായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. എന്നിട്ടും ഇവിടെ സാധാരണക്കാർക്ക് വേണ്ടിയ നല്ല സൗകര്യപ്രദമായിട്ടുള്ള റോഡുകൾ വരെ നിർമ്മിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? കാരണം കോൺട്രാക്ടർമാരിൽ നിന്ന് അഴിമതിയുടെ പണം തട്ടിയെടുത്തുകൊണ്ട് ഭരിക്കുന്ന ഭരണകൂടമാണ് എല്ലാ കാലത്തും ഈ കേരളത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അവരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ജനങ്ങൾക്ക് യാതൊരുവിധ സൗകര്യങ്ങളും ഉറപ്പാക്കാതെ തന്നെ ഭരിക്കാൻ സാധിക്കും എന്നുള്ള ധാർഷ്ട്യമാണ് ഇവർക്കുള്ളത്. ആ ധാർഷ്ട്യത്തെ ചോദ്യം ചെയ്യുവാൻ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണുള്ളത്. സംസ്ഥാന വികസനത്തിനായി കേന്ദ്രം അനുവദിക്കുന്ന ഫണ്ട് സമയബന്ധിതമായി ഉപയോഗിക്കാതെ കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തൽ മാത്രമാണ് ഇടതു വലതുപക്ഷം ആരോപിക്കുന്നതെന്നും നിവേദിത പറഞ്ഞു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MB വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ പുഴങ്കര, ട്രഷറർ KV വിഗീഷ്, സെക്രട്ടറി നിമിഷ വിഗീഷ്, യുവമോർച്ച ജില്ലാ സെക്രട്ടറി VR സജിത്ത്, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി SV പ്രേംദാസ് എന്നിവർ സംസാരിച്ചു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രവർത്തകർ നേതൃത്വം നൽകി. കടപ്പുറം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ഡോക്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങളായ റാഹില വഹാബ്, പ്രസന്ന ചന്ദ്രൻ, PA മുഹമ്മദ് എന്നിവർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. മഴക്കാലത്ത് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പോലും ഡോക്ടറെ നിയമിക്കാൻ നടപടി സ്വീകരിക്കാത്ത പഞ്ചായത്ത് ഭരണസമിതിയുടെ സമീപനം പ്രതിഷേധാർഹമാണെന്ന് CPIM കടപ്പുറം ലോക്കൽ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് അംഗവുമായ റാഹില വഹാബ് പറഞ്ഞു. പ്ലാൻ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഡോക്ടറെ നിയമിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കണമെന്നും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇതിനായി അതിവേഗ നടപടികൾ സ്വീകരിക്കുമ്പോൾ കടപ്പുറം പഞ്ചായത്ത് ഭരണസമിതി നിഷ്ക്രിയരായി നിൽക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഇതിനെതിരെ ശക്തമായ സമരം നടത്തുമെന്നും പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. അടിയന്തര ആവശ്യമായതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ പഞ്ചായത്ത് ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് അറിയിക്കുന്നത്. കടപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ അടിയന്തരമായിട്ട് ഒരു ഡോക്ടറെ നിയമിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലാണ് ആശുപത്രി നിലനിൽക്കുന്നതെങ്കിലും ഇപ്പോൾ മഴക്കാല രോഗങ്ങൾ അധികരിച്ചു വരുന്നൊരു സാഹചര്യത്തിൽ പല പഞ്ചായത്തും പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നത് പോലെ കടപ്പുറം ആശുപത്രിയിലും പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഡോക്ടറെ നിയമിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പൊതുജനാരോഗ്യ പരിശോധന നടത്തി. പഞ്ചായത്തിലെ വിദ്യാലയങ്ങൾ, അങ്കണവാടികൾ, ഹോട്ടലുകൾ, ബേക്കറികൾ, മറ്റു ഭക്ഷണ നിർമ്മാണ സ്ഥലങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, ബാർബർ ഷോപ്പ് എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തിയത്. മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയമായ സംവിധാനങ്ങൾ നടപ്പിലാക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നോട്ടീസ് നൽകി. ഹെൽത്ത് കാർഡ്, സാനിറ്ററി സർട്ടിഫിക്കറ്റ് ഇല്ലാതെയും പഞ്ചായത്ത് ലൈസൻസ് ഇല്ലാതെയും പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തി കർശന നിർദ്ദേശം നൽകി. വിദ്യാലയങ്ങളിൽ നിലവിലുള്ള ശാസ്ത്രീയ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തുവാൻ നിർദ്ദേശിച്ചു. പരിശോധനയ്ക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ് C, VL ബിജു, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ KV വിനീത, ജസ്ന ജോസ് എന്നിവർ നേതൃത്വം നൽകി. CPM മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ച നേതാക്കളെ ആദരിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി PA രമേശൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി TV ഹരിദാസൻ ആമുഖ പ്രഭാഷണം നടത്തി. CK സദാനന്ദൻ, PG സുബിദാസ്, CK ബേബി, EK ദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് ശിക്ഷ അനുഭവിച്ച കൊട്ടിലിങ്ങൽ കുമാരൻ, ബക്കർ അമ്പലത്തിൽ, ബാലൻ വലിയപുരയ്ക്കൽ എന്നിവരെയാണ് ആദരിച്ചത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച് 1.5 വയസ്സുകാരി പറന്നൂർ ചെറുവത്തൂർ വീട്ടിൽ ടിറ്റു ഡിസ്നി ദമ്പതികളുടെ മകളായ തൻവിയാണ് 1.5 വയസ്സിൽ അഭിമാന നേട്ടം കൊയ്ത് നാട്ടിലെ താരമായത്. ഇനത്തിലുള്ള വ്യത്യസ്ത സാധനങ്ങൾ തിരിച്ചറിഞ്ഞ് പറഞ്ഞാണ് തൻവി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിനർഹയായത്. നിറങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, വാഹനങ്ങൾ, ശരീരഭാഗങ്ങൾ, ആഭരണങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ എന്നിവ തെല്ലും തെറ്റില്ലാതെ തിരിച്ചറിഞ്ഞാണ് ഈ ചെറുപ്രായത്തിൽ രാജ്യത്തെ റെക്കോർഡുകളുടെ പുസ്തകത്തിൽ തൻവി തന്റെ പേര് എഴുതി ചേർത്തത്. ഇതേതാ കളർ എന്ന് പറഞ്ഞെടുത്തേ? ഇതേതാ കളർ എന്ന് പറഞ്ഞെടുത്തേ?
ആ ഇത് നോക്ക് നോക്ക് ഓറഞ്ച്. ആരത് ഇതാരത്? കാക്കയുടെ കളർ എന്താ? ബ്ലാക്ക്. പ്രത്യേകമായ പരിശീലനമൊന്നും നൽകാതെ തന്നെ ചില വസ്തുക്കൾ തിരിച്ചറിയാൻ തുടങ്ങിയതോടെയാണ് കുട്ടിയുടെ കഴിവിനെ വീട്ടുകാർ തിരിച്ചറിഞ്ഞത്. പിന്നീട് തൻവിയുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചതോടെയാണ് കൂടുതൽ വസ്തുക്കൾ പഠിച്ചെടുത്തത്. 104 ഇനങ്ങൾ തിരിച്ചറിഞ്ഞ് കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടിയിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കി. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജൻ ശിക്ഷൻ സംസ്ഥാൻ തൃശൂരിന്റെ കീഴിൽ സൗജന്യ ബ്യൂട്ടി കെയർ അസിസ്റ്റന്റ് കോഴ്സിന്റെ പരിശീലനം ആരംഭിച്ചു. ചൊവ്വന്നൂർ പ്രസന്റേഷൻ കോൺവെന്റിൽ സിസ്റ്റർ ഡോക്ടർ വർഷ ഉദ്ഘാടനം ചെയ്തു. ജൻ ശിക്ഷൻ സംസ്ഥാൻ ഡയറക്ടർ സുധാ സോമൻ അധ്യക്ഷയായി. JSS പ്രോഗ്രാം ഓഫീസർ സഖി ടി കെ പദ്ധതി വിശദീകരണം നടത്തി. മദർ സുപ്പീരിയർ സിസ്റ്റർ സോജിയ സ്വാഗതവും JSS റിസോഴ്സ് പേഴ്സൺ ജോമി ശ്രീരഞ്ജിത്ത് നന്ദിയും പറഞ്ഞു. ജില്ലാ ഭരണകൂടവും വനിതാ ശിശു വികസന വകുപ്പും സംയുക്തമായി നടത്തുന്ന ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെള്ളിയാഴ്ച നടക്കും. രാവിലെ 10:30 ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം നിർവഹിക്കും. സബ് കളക്ടർ അഖിൽ വി മേനോൻ, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ, ജില്ലാ വനിതാ ശിശു വികസന വകുപ്പ് ഓഫീസർ പി മീര, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുക്കും. രക്ഷിതാക്കൾക്ക് പ്രത്യേക പരിശീലന ക്ലാസും ഉണ്ടാകും. സ്കൂളിൽ നടന്ന ആലോചനാ യോഗത്തിൽ PTA പ്രസിഡന്റ് സാബു ഐനൂർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ കെ വെങ്കിടമൂർത്തി, VHSE പ്രിൻസിപ്പാൾ ജനീർലാൽ, ഹെഡ് മിസ്റ്റേഴ്സ് മേഴ്സി മാത്യു, സന്തോഷ് കൊളത്തേരി തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി വ്യാഴാഴ്ച കണ്ടാണശ്ശേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തും. ആരോഗ്യ മേഖലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചും കോട്ടയം മെഡിക്കൽ കോളേജിൽ ആരോഗ്യമന്ത്രിയുടെ അനാസ്ഥ മൂലമുണ്ടായ മരണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുമാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. രാവിലെ 10-ന് മറ്റം സെന്ററിൽ നിന്നും ആരംഭിക്കുന്ന മാർച്ച് ആരോഗ്യ കേന്ദ്രത്തിനടുത്ത് സമാപിക്കും. തുടർന്ന് നടക്കുന്ന പ്രതിഷേധ ധർണ KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്യും. ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിക്കും. പ്രമുഖ നേതാക്കൾ പ്രതിഷേധത്തിൽ പങ്കെടുക്കും. ആരോഗ്യ മേഖലയോടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവഗണനയിൽ പ്രതിഷേധിച്ചും കോട്ടയം മെഡിക്കൽ കോളേജിലെ മന്ത്രി വീണയുടെ ദൃശ്യമാധ്യമങ്ങളിൽ നടത്തിയ തെറ്റായ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ഒരു യുവതി മരിച്ചതുമായി ബന്ധപ്പെട്ട ആ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മന്ത്രി വീണ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് മറ്റം സെൻറ്ററിൽ നിന്നും കണ്ടാണശ്ശേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തുകയാണ്. ഈ മാർച്ച് KPCC സെക്രട്ടറി ശ്രീ സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ജീവിതശൈലി രോഗികൾക്ക് സൗജന്യമായി നൽകിവരുന്ന മരുന്ന് വിതരണം 1 മാസത്തേക്ക് എന്ന രീതിയിൽ പുനഃക്രമീകരിച്ചു. 15 ദിവസത്തേക്ക് എന്ന രീതിയിൽ നൽകിയിരുന്ന മരുന്നുകളാണ് പുനഃക്രമീകരിച്ച് 1 മാസത്തേക്ക് എന്ന രീതിയിൽ നൽകുന്നത്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്നീ രോഗങ്ങൾക്കുള്ള മരുന്നുകളാണ് 1 മാസത്തേക്ക് ഒരുമിച്ച് നൽകാൻ തീരുമാനിച്ചത്. 3 ഡോക്ടർമാരും 3 ഫാർമസിസ്റ്റുമുള്ള കടങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 17 ലക്ഷം രൂപയോളം ഗ്രാമപഞ്ചായത്ത് മരുന്നിനു വേണ്ടി മാത്രം ചെലവഴിക്കുന്നുണ്ട്. മരുന്ന് വിതരണം പുനഃക്രമീകരിച്ചത് വഴി മാസത്തിൽ 2 തവണ ആശുപത്രിയിൽ വരുന്നത് ഒഴിവാക്കാൻ സഹായിക്കും. ഞായർ ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് വിതരണം ഇനി മുതൽ ഇപ്രകാരമായിരിക്കും. കിരാലൂർ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് PMLP സ്കൂളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് EM വിനീത് ക്ലാസ് എടുത്തു. വായനശാല വൈസ് പ്രസിഡന്റ് സന്തോഷ് വാറോട്ടിൽ അധ്യക്ഷനായി. പ്രധാന അധ്യാപിക സബിത ടീച്ചർ, സ്കൂൾ PTA പ്രസിഡന്റ് സഫ്ദർ ഹഷ്മി എന്നിവർ സംസാരിച്ചു. ബദന്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ബദന്യ ലീഗൽ സ്റ്റഡീസ് ഫോറത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനം കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു.
മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC അധ്യക്ഷനായ ചടങ്ങ് ഹൈക്കോടതി അഭിഭാഷകരും ദമ്പതികളുമായ അഡ്വക്കേറ്റ് ബബിൻ ടി അന്തിക്കാട്, അഡ്വക്കേറ്റ് റേച്ചൽ തോമസ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കുകയും നിയമ പഠനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുകയും ചെയ്തു. ബദനി സെന്റ് ജോൺ സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ യാക്കോബ് OIC, ബ്ലൂമിംഗ് ബഡ്സ് ബദന്യ സ്കൂൾ പ്രിൻസിപ്പാൾ C. ഷേബ ജോർജ് എന്നിവർ ആശംസകൾ അറിയിച്ചു. ബദന്യ ഫിനിഷിംഗ് സ്കൂൾ കോർഡിനേറ്റർ ഭൈമി ഉപഹാരം കൈമാറി. ലീഗൽ സ്റ്റഡീസ് ഫോറം കോർഡിനേറ്റർമാരായ ടെൻസി ഫിലിപ്പ്, സൗമ്യ സുനീഷ്, റീബ മിജു, ജിജി MG എന്നിവർ നേതൃത്വം നൽകി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ വിരുദ്ധ ദ്രോഹ നയങ്ങൾക്കെതിരെയും കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്ന നയങ്ങൾക്കെതിരെയും ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രകടനങ്ങളും പൊതുയോഗവും നടത്തി. വിശദാംശങ്ങളിലേക്ക്. പണിമുടക്കിനോടനുബന്ധിച്ച് കുന്നംകുളത്ത് പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പൊതുയോഗം CITU സംസ്ഥാന കമ്മിറ്റി അംഗം KF ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. EA ദിനമണി അധ്യക്ഷനായി. യോഗത്തിൽ TP ജോസഫ്, ജയമോൾ ജയറാം, സന്തോഷ്, സേവ്യർ മണ്ടുബാൽ, പ്രേമൻ ചൂണ്ടലാത്ത്, സുഗു ഇട്ടിയച്ചൻ, MK പ്രേമലത തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിന് KA അസീസ് സ്വാഗതവും CK രവി നന്ദിയും പറഞ്ഞു. പഴഞ്ഞിയിൽ നിന്നും തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. CITU ഏരിയ വൈസ് പ്രസിഡന്റ് TC ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. AITUC നേതാവ് PK രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CITU നേതാവ് മണികണ്ഠൻ, NLC നേതാവ് PC സണ്ണി എന്നിവർ സംസാരിച്ചു. മനോജ് ബേബി CK, സുജാത, VC ഷാജൻ, PM അലി, സുശീല CK, അനൂപ് KS, ഷിബു സുധൻ, KK ബാലു എന്നിവർ നേതൃത്വം നൽകി. പൂക്കോട് സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കോട്ടപ്പടി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ധർണ CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. AITUC നേതാവ് രാജീവ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ AS മനോജ്, അനീഷ്മ ഷനോജ്, എറിൻ ആന്റണി, നിമൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. TB ദയാനന്ദൻ സ്വാഗതവും KV ജനാർദ്ദനൻ നന്ദിയും പറഞ്ഞു. ചാലിശ്ശേരി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പണിമുടക്ക് പൂർണ്ണം. അത്യാവശ്യ സ്വകാര്യ വാഹനങ്ങളൊഴികെ മറ്റു വാഹനങ്ങളൊന്നും നിരത്തിലോടിയില്ല. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. പണിമുടക്ക് ജനജീവിതത്തെ കാര്യമായി ബാധിച്ചു. ചാലിശ്ശേരി പോലീസിന്റെ നേതൃത്വത്തിൽ പട്രോളിംഗും മെയിൻ റോഡ് സെന്ററിൽ സുരക്ഷയ്ക്കായി പോലീസിനെയും വിന്യസിച്ചു. ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ ചേർന്ന പ്രതിഷേധ യോഗം TK കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. VK പുഷ്പാകരൻ അധ്യക്ഷനായി. CITU തൃത്താല ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി PR കുഞ്ഞുണ്ണി, കർഷക സംഘം, ഓട്ടോ ടാക്സി, വഴിയോരം എന്നീ യൂണിയനുകളെ പ്രതിനിധീകരിച്ച് TM കുഞ്ഞുകുട്ടൻ, VS ഷിവാസ്, PM ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. CITU പഞ്ചായത്ത് സെക്രട്ടറി A റഷീദ് സ്വാഗതവും P അനീഷ് നന്ദിയും പറഞ്ഞു. പൊന്നിയൂർക്കുളത്ത് സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തിയ പ്രകടനത്തിന് PM ഹംസക്കുട്ടി, VA ഷംസുദ്ദീൻ, KK ഇസ്മയിൽ, അബ്ദുൾ സലീം ബദർപള്ളി, VK ഇർഷാദ്, PA നസീർ, ഹംസക്കുട്ടി ആലുങ്ങൽ, TK ഖാദർ എന്നിവർ നേതൃത്വം നൽകി. ദേശീയ പണിമുടക്ക് എരുമപ്പെട്ടി മേഖലയിൽ പൂർണ്ണം. വ്യാപാര സ്ഥാപനങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിച്ചില്ല. സ്വകാര്യ ബസ്സുകൾ, ഓട്ടോ ടാക്സി തുടങ്ങിയ പൊതുഗതാഗത വാഹനങ്ങൾ സർവീസ് നടത്തിയില്ല. മേഖലയിൽ തുറന്നു പ്രവർത്തിച്ച ബാങ്കുകൾ പണിമുടക്ക് അനുകൂലികൾ അടപ്പിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടിയിൽ പ്രകടനം നടത്തി. നെല്ലുവായ് സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിക്ക് മുന്നിൽ നിന്നും തിരിഞ്ഞ് പോസ്റ്റ് ഓഫീസിന്റെ മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CITU വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. AITUC മണ്ഡലം കമ്മിറ്റി അംഗം TK മനോജ് കുമാർ അധ്യക്ഷനായി. ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ഏരിയ സെക്രട്ടറി MS സിദ്ധൻ, CPM ലോക്കൽ സെക്രട്ടറി PC അബാൽമണി, മഹിളാ അസോസിയേഷൻ മേഖലാ സെക്രട്ടറി സുമന സുഗതൻ, പഞ്ചായത്ത് കോർഡിനേഷൻ കൺവീനർ PT ദേവസി, ചെയർമാൻ TK സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് TK ശിവൻ, PA ബൈജു, നകുല പ്രമോദ്, OS മനോഷ്, NP അജയൻ, കുഞ്ഞുമോൻ കരിയന്നൂർ, NM മിഥുൻ, PT ജോസഫ്, സ്വപ്ന പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പണിമുടക്കിനോടനുബന്ധിച്ച് പന്നിത്തടം സെന്ററിൽ INTUC ജനറൽ വർക്കേഴ്സ് ചുമട്ടുതൊഴിലാളികൾ പ്രതിഷേധ റാലിയും ധർണയും നടത്തി. യൂണിയൻ പ്രസിഡന്റ് ഷർഫു പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അക്ബർ അലി, ട്രഷറർ സലാം വലിയകത്ത്, രക്ഷാധികാരികളായ MP സിജോ, PU പ്രകാശൻ, ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ സെക്രട്ടറി CG ജാക്സൺ എന്നിവർ സംസാരിച്ചു. ലീഡർമാരായ VN രാജൻ, OK വിജയൻ എന്നിവർ നേതൃത്വം നൽകി. CITUവിന്റെ നേതൃത്വത്തിൽ പന്നിത്തടം സെന്ററിൽ നിന്നും പ്രകടനമായി മരത്തങ്കോട് വന്ന് തിരിച്ചു. പന്നിത്തടം സെന്ററിൽ തന്നെ പ്രകടനം അവസാനിപ്പിച്ചു. തുടർന്ന് പൊതുയോഗം സംഘടിപ്പിച്ചു. CITU നേതാവ് CPIM ജില്ലാ കമ്മിറ്റി അംഗവുമായ ഡോക്ടർ KD ബാഹുലയൻ ഉദ്ഘാടനം ചെയ്തു. CPIM ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് നൌഷാദ് അധ്യക്ഷനായി. CITU കടങ്ങോട് പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പന്നിത്തടം LC സെക്രട്ടറിയുമായ ഫ്രാൻസിസ് കൊളന്നൂർ സ്വാഗതം പറഞ്ഞു. തൊഴിലാളി നേതാക്കളായ
PA ഉണ്ണികൃഷ്ണൻ, PS പുരുഷോത്തമൻ, V ശങ്കരനാരായണൻ, KK മണി, AS സുബിൻ, അബ്ദുൾ റഹീം KK, TP ലോറൻസ്, അരവിന്ദാക്ഷൻ TA, മുജീബ് റഹ്മാൻ VV, CM അഷ്റഫ്, KV ഗിൽസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആർട്ടിസാൻസ് യൂണിയൻ CATU കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് MK ശശിധരൻ നന്ദി പറഞ്ഞു. പോർക്കുളം MKM UP സ്കൂളിൽ വിവിധ ശാസ്ത്ര ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ഫ്യൂജിൻ മാസ്റ്റർ നിർവഹിച്ചു. പ്രധാന അധ്യാപിക സ്റ്റേനി K സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലിജോ, ക്ലബ് സെക്രട്ടറിമാരായ സിമി C ചുങ്കത്ത്, ജുഷ K ജോസ്, രോഷ്നി ജെയിംസ് എന്നിവർ സംസാരിച്ചു. ആർത്താറ്റ് അമല സൂപ്പർ സ്പെഷ്യാലിറ്റി സെന്ററിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ആർത്താറ്റ് സെന്റ് തോമസ് LP സ്കൂളിൽ അമല ജോയിന്റ് ഡയറക്ടർ ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ CMI ഉദ്ഘാടനം ചെയ്തു. ഹോളിക്രോസ് ചർച്ച് വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഓർത്തോ, ജനറൽ മെഡിസിൻ, കാർഡിയോ, ജനറൽ സർജറി, ഗ്യാസ്ട്രോ, ഡെന്റൽ എന്നീ വകുപ്പുകളുടെ സേവനം ലഭ്യമായിരുന്നു. സൗജന്യ ECG, സൗജന്യ മരുന്ന് വിതരണം എന്നിവയും ലഭ്യമാക്കി. നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. ദേശീയതലത്തിൽ നടന്ന അബാക്കസ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടി നാടിന് അഭിമാനമായി മാറിയ ഫിയോൺ K ഗിവീഷിനെ പോർക്കുളം സേവാഭാരതി ആദരിച്ചു. മങ്ങാട് കുത്തൂർ വീട്ടിൽ ഗിവീഷിന്റെയും നിമ്മിയുടെയും മകനാണ്. മങ്ങാട് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഫിയോൺ ഓൺലൈനിലൂടെയാണ് അബാക്കസ് പരിശീലനം നടത്തുന്നത്. മൈൻഡ് കാൽക്കുലേഷനിലും ഫിയോൺ എക്സ്ട്രാ ടാലന്റഡ് ആണ്. പോർക്കുളം സേവാഭാരതി പ്രസിഡന്റ് മനോജ് കുമാർ കരുമത്തിൽ, സെക്രട്ടറി മണിക്കുട്ടൻ, വിദ്യാഭ്യാസ കൺവീനർ സുധാഹർഷൻ, IT കോർഡിനേറ്റർ ദിവ്യ ടീച്ചർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സ്കൂൾ ബാഗിന്റെ ഭാരമില്ലാതെ കലാകായിക വിനോദ വിജ്ഞാന പരിപാടികളിലൂടെ അറിവിന്റെ പുതിയ തലങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ നയിച്ച് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ ബാഗ്ലെസ് ഡേ ആചരിച്ചു. സ്കൂൾ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ ഷൈനി ഹംസ, ജൂനിയർ പ്രിൻസിപ്പൽ ഫാരിദ E മുഹമ്മദ്, അസിസ്റ്റന്റ് ജൂനിയർ പ്രിൻസിപ്പൽ ഫബ്ന എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളായ അനസ് VA, ഹിഷാം ഹംസ എന്നിവർ മുഖ്യാതിഥികളായി. മിഡിൽ സെക്ഷനിലെ വിദ്യാർത്ഥികൾ പാഠപുസ്തകങ്ങൾക്കുമപ്പുറം ജീവിത കൗശലങ്ങളും സൃഷ്ടിപരതയും വളർത്തുന്ന വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. ഭക്ഷ്യ സംരക്ഷണ വർക്ക്ഷോപ്പും വേറിട്ടതായി. പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2024-25 +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയവരെയും +1 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും കായികരംഗത്ത് മികവ് തെളിയിച്ചവരെയും സ്കൂൾ PTA നേതൃത്വത്തിൽ അനുമോദിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ വെങ്കിടമൂർത്തി അധ്യക്ഷത വഹിച്ച പരിപാടി സ്കൂൾ PTA പ്രസിഡന്റ് സാബു ഐനൂർ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാഫ് സെക്രട്ടറി റെജീന, സീനിയർ അസിസ്റ്റന്റ് നിഷ തങ്കപ്പൻ, സൗഹൃദ കോർഡിനേറ്റർ റീജ MR, അധ്യാപകരായ സിനി സെബാസ്റ്റ്യൻ, ബിന്ദു C, വിപിന UM എന്നിവർ വിദ്യാർത്ഥികളെ അനുമോദിച്ച് സംസാരിച്ചു. നവമാധ്യമ കാഴ്ച. അമ്മാന മാഡലിന്റെ പല വെർഷനും നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ ചേച്ചിയുടെ കഴിവ് കുറച്ചു വെറൈറ്റി തന്നെയാണ്. ഗഫൂർ കിഴൂർ അയച്ച ദൃശ്യം. ചരമം. ആർത്താറ്റ് നെയ്യൻ വീട്ടിൽ ജോർജ് മാസ്റ്ററുടെ ഭാര്യ ആനി ടീച്ചർ നിര്യാതയായി. 87 വയസ്സായിരുന്നു. ആർത്താറ്റ് സെന്റ് തോമസ് LP സ്കൂളിലെ റിട്ടയർഡ് അധ്യാപികയായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. അജി, രജി എന്നിവർ മക്കളാണ്. മരത്തങ്കോട് മണ്ടുമ്പാൽ ഫ്രാൻസിസ് ഭാര്യ മിനി ഫ്രാൻസിസ് നിര്യാതയായി. 60 വയസ്സായിരുന്നു. സംസ്കാര ശുശ്രൂഷ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കുന്നംകുളം ഏർപ്പാട് സഭാ സെമിത്തേരിയിൽ നടന്നു. ചാലിശ്ശേരി മേക്കാട്ടുകുളം കുടുംബാംഗമാണ് പരേത. മിബിൻ, ഫിബിൻ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി യൂണിയനുകൾ നടത്തിയ ദേശീയ പണിമുടക്ക് ബന്ദിന് സമാനം. സമരാനുകൂലികൾ കടകൾ അടപ്പിച്ചു. ഗുരുവായൂരിൽ കടകൾക്ക് നേരെ ആക്രമണം, ഹോട്ടൽ തല്ലിത്തകർത്തു. പണിമുടക്കിനോടനുബന്ധിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രകടനങ്ങളും പൊതുയോഗവും നടത്തി. കഞ്ചാവ് കൈവശം വെച്ച കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന യുവാവിൽ നിന്നും ഹാഷിഷ് ഓയിൽ പിടികൂടി. ചോവല്ലൂർ സ്വദേശി കറുപ്പമീട്ടിൽ 24 വയസ്സുള്ള അൻസാറിനെയാണ് ഹാഷിഷ് ഓയിലുമായി ചാവക്കാട് എക്സൈസ് പിടികൂടിയത്. പാറേമ്പാടം അഗതിയൂർ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ BJP പ്രതിഷേധം. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും 10ാം വാർഡ് മെമ്പറുടെയും പ്രതീകമായി റോഡിൽ വാഴ നട്ടാണ് പ്രതിഷേധിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.